എന്നാൽ നമുക്ക് വെറൈറ്റി രീതിയിലുള്ള ഒരു മോരുകറി വെച്ചാലേ. എന്നും ഒരേപോലത്തെ മോരുകറി കൂട്ടി മടുത്തതല്ലേ. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു വഴുതനങ്ങ ഇട്ടൊരു കിടുക്കാച്ചി മോരുകറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 5-6 കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ചെറുതായി ഒന്ന് അരിഞ്ഞ് കാന്താരി മുളകും ഇട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ വഴുതനങ്ങ എല്ലാം ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി മുളക് കൂടെ കീറിയിടാം. ഇനി ഇത് നമുക്ക് അടുപ്പ് വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ വഴുതനങ്ങ വേകാൻ ആവശ്യമായിട്ടുണ്ട് ചെറിയൊരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ മുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു നുള്ള ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കടുക് വറുത്തതിലൊക്കെ നമ്മുടെ വഴുതനങ്ങ വേവിച്ചത് മോരൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വഴുതനങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ കാണാത്തവർ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വെറൈറ്റി ഒരു വിഭവമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.